നമസ്കാരം. യുദ്ധം വ്യാപിക്കുന്നതിന്റെ ഭാഗമായ ആശുപത്രികൾ വരെ ബലമായി ഒഴിപ്പിച്ച് ഇസ്രായേൽ. വടക്കൻ ഗസയിലുള്ള ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലിൽ നിന്നാണ് രോഗികളെ ബലമായി ഒഴിപ്പിച്ചത്. ഇതിനെതിരെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. വടക്കൻ മേഖലയിലെ അൽ ഔദ, കമാൽ അദ്വാൻ ഹോസ്പിറ്റൽസ് എന്നീ ആശുപത്രികളുടെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തു. ചില രോഗികൾ ദൂരെയുള്ള ആശുപത്രികളിൽ നിന്ന് കാൽനടയായി എത്തി. ഇപ്പോഴും ഭാഗികമായി പ്രവർത്തിക്കുന്ന ഗസയിലെ ചുരുക്കം ആശുപത്രികളിൽ ഒന്നാണ് ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന വടക്കൻ മേഖലയിലെ ബെയ്റ്റ് ലാഹിയ, ബെയ്റ്റ് ഹനോൺ, ജബേലിയ എന്നിവിടങ്ങളിലെ ഹമാസ് പോരാളികളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേലി സേനയുടെ നീക്കം. ആശുപത്രി അധികൃതരോട് ഉടൻ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലി സൈന്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മുനീർ അൽ-ബുർഷ് പറഞ്ഞു. ആശുപത്രികൾ ബലമായി ഒഴിപ്പിക്കുന്നത് സാധാരണക്കാരായ രോഗികളെ അടക്കം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതേസമയം ഗസയിൽ ഇസ്രായേൽ സൈനികരെ കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തുന്ന വീഡിയോ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് പുറത്തുവിട്ടു. ബെയ്ത്ത് ലാഹിയയിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് CCTV ക്യാമറയടക്കം സെറ്റ് ചെയ്താണ് ഹമാസ് IDF സൈനികരെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന് വ്യക്തമല്ല. എന്നാൽ തങ്ങളുടെ 3 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 സംഭവങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു വീടിനുള്ളിൽ പരിശോധന നടത്തുന്ന ഇസ്രായേൽ സൈനികരെ സ്ഫോടനം നടത്തി കൊലപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവത്തിൽ ഇസ്രായേൽ സൈനികർ ഡ്രോൺ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് പരിശോധന നടത്തുകയും പിന്നീട് അങ്ങോട്ട് കടന്നു വന്ന ഉടനെ സ്ഫോടനം നടത്തുന്നതുമാണ് കാണിക്കുന്നത്. ഹമാസ് സായുധ വിഭാഗത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. എന്നാൽ ഹമാസ് ഒരുക്കിയ കെണിയിൽ ഇസ്രായേൽ സൈനികർ വന്ന് വീഴുകയായിരുന്നു എന്നാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.